നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയയുടെ കൊലപാതകത്തിന് ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും പിന്മാറണമെന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അപേക്ഷ നേരത്തെ തന്നെ ഇറാൻ നിരസിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പകരം വിദേശത്തുള്ള ഉന്നത ഇസ്രയേലികളെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ഫ്ലോറിഡയിൽ കഴിയുന്ന നെതന്യാഹുവിന്റെ മകനെ ഇറാൻ വധിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യായിർ നെതന്യാഹുവിന് കൂടുതൽ സംരക്ഷണം ഒരുക്കണമെന്ന നെതന്യാഹു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ജൂലൈ 31-ന് ഇറാന്റെ പുതിയ പ്രസിഡന്റ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കിടെ ഹാനിയ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ ആക്രമണത്തിലാണെന്നാണ് ഇറാന്റെ ആരോപണം. തൊട്ടുപിന്നാലെ ബെയ്റൂത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ലബനാനിലെ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറും കൊല്ലപ്പെട്ടിരുന്നു. ഈ രണ്ട് സംഭവങ്ങൾക്കും പ്രതികാരം ചെയ്യാൻ ഇറാൻ സഖ്യകക്ഷികളുമായി ചേർന്ന് തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഹാനിയയുടെ രക്തത്തിന് പകരമായി ഇസ്രയേലിലെ ഹൈ പ്രൊഫൈൽ വ്യക്തികളെയാണ് ഇറാൻ നോട്ടമിടുന്നതെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നെതന്യാഹു ഇത്തരമൊരു ആവശ്യമുയർത്തിയിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇസ്രയേലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. പേഴ്സണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉപദേശക സമിതിക്ക് മുന്നിൽ നെതന്യാഹുവിന്റെ ഓഫീസ് ചുമതലയുള്ള ഡയറക്ടർ ജനറൽ യോസി ഷെലിയാണ് മകന്റെ സുരക്ഷ കൂട്ടാൻ അപേക്ഷ സമർപ്പിച്ചത്. ഇറാൻ ആക്രമണം തന്നെയാണ് അപേക്ഷയിൽ കാരണമായി ചൂണ്ടിക്കാട്ടിയതും. റിപ്പോർട്ടുകൾ പ്രകാരം 2023 മാർച്ച് മുതൽ ഫ്ലോറിഡയിലെ മിയാമിയിൽ താമസിക്കുന്ന മകൻ യയാറിന് ഇതിനകം തന്നെ സുരക്ഷാ നടപടികൾ ഉയർത്താൻ നെതന്യാഹു ശ്രമിച്ചു കഴിഞ്ഞു. യയാർ നെതന്യാഹുവിന് കാര്യമായ ഭീഷണികളൊന്നും നേരിടുന്നതായി സൂചനയില്ലെന്നും നിലവിൽ പ്രകടമായ ഭീഷണികളൊന്നും ഉയരാത്തതിനാൽ യായറിന്റെ സുരക്ഷ കൂട്ടാൻ ഇടയില്ല എന്നുമാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇസ്രായേൽ മാധ്യമമായ ചാനൽ 12-നോട് വെളിപ്പെടുത്തിയത്. ഭീഷണിയുടെയും കൃത്യമായ ഇടവേളകളിലെ വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഷിൻബെറ്റ് വ്യക്തികൾക്കുള്ള സുരക്ഷ വർദ്ധിപ്പിക്കാറുള്ളൂ. വിദേശത്തുള്ള ഇസ്രയേലികളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന രഹസ്യാന്വേഷണ സംഘം ഷിൻബെറ്റിന്റെ സംരക്ഷണത്തിലാണ് നിലവിൽ യായർ നെതന്യാഹു ഉള്ളത്. 33-കാരനായ യായർ നെതന്യാഹുവിന്റെ സുരക്ഷാ ചെലവ് നേരത്തെയും ഇസ്രയേലിൽ വൻ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മയാമിയിൽ ഒരു അത്യാഡംബര അപ്പാർട്ട്മെന്റിലാണ് യുവാവ് താമസിക്കുന്നത്. ഒരു ഡ്രൈവറും ഷിൻബെറ്റിന്റെ അതിസുരക്ഷാ വിഭാഗമായ യൂണിറ്റ് 730 നിന്നുള്ള 2 അംഗരക്ഷകരും യായറിനൊപ്പമുണ്ട്. പ്രതിവർഷം ഇദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമായി 25 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവിടുന്നത്. ഓരോ മാസവും 2 ലക്ഷം ഷെക്കൽ ഖജനാവിൽ നിന്ന് ചെലവാകുന്നുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ ബാക്കിയുള്ള പ്രധാന വ്യക്തികൾക്കെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിലുള്ള മാഗെയിൻ യൂണിറ്റാണ് സുരക്ഷയൊരുക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ മകന് ഇതേ പരിരക്ഷ നൽകുന്നത്. ഇതിനെതിരെ വലിയ തോതിലാണ് വിമർശനമുയർന്നത്. എന്നാൽ യായറിന്റെ ഷിൻബെറ്റ് സുരക്ഷ 1 വർഷത്തേക്ക് കൂടി നീട്ടുകയാണെന്ന് കഴിഞ്ഞ മാസം ഇസ്രായേൽ അധികൃതർ അറിയിച്ചിരുന്നു. നെതന്യാഹുവിന്റെ ഭാര്യ സാറയുടെയും മറ്റൊരു മകനായ ആവ്നറിന്റെയും സുരക്ഷയും നീട്ടി. രണ്ടുപേരും നെതന്യാഹുവിനൊപ്പം ഇസ്രായേലാണ് കഴിയുന്നത്. ഹീബ്രു മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ തുടർന്ന് യായറിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അപേക്ഷകളൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പറയുന്നത്.